ഹലോ ഫ്രണ്ട്സ്, നമ്മൾ +1 ഫിസിക്സ് ചാപ്റ്റർ 3 മോഷൻ ഇൻ എ പ്ലെയിൻ റിവൈസ് ചെയ്യുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത് 4 പോയിൻറ്റുകളാണ്. ഒന്ന്, ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, ദെൻ പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ ഓഫ് വെക്റ്റർ ആൻഡ് റെസൊല്യൂഷൻ ഓഫ് എ വെക്റ്റർ. ഈ 4 കാര്യങ്ങളാണ് നമ്മൾ ഇത്തവണ വേഗത്തിൽ റിവൈസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഫസ്റ്റ്, നമുക്കറിയാം വെക്റ്റർ അഡീഷനിലെ പ്രധാനപ്പെട്ട ഒരു ലോയാണ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. പരീക്ഷയ്ക്ക് പലപ്പോഴും സ്റ്റേറ്റ് ട്രയാങ്കുലർ ലോ ഓഫ് വെക്റ്റർ അഡീഷൻ എന്ന് തന്നെ സ്ട്രെയിറ്റ് ആയിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ആദ്യം വേണ്ടത് ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. ട്രയാങ്കുലർ ലോയ്ക്ക് എഴുതാൻ പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. If two vectors are represented by the two sides of a triangle taken in order, then the third side taken in reverse order represents the resultant. ഈ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെ തന്നെ പഠിക്കണം. അത് ആവശ്യത്തിന് സിംപ്ലിഫൈ ചെയ്തൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിലും സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് വെക്ടറുകളുടെ അഡീഷൻ ഒരു ഗ്രാഫിക്കൽ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്ന ഒന്നാണ് ട്രയാങ്കുലർ ലോ എന്ന് പറയുന്നത്. അവിടെ പരാമർശിക്കുന്ന കാര്യം ഇതാണ്: ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളായിട്ട് നമ്മൾ രണ്ട് വെക്ടറുകൾ റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് എങ്ങനെയാണ്? ടേക്കൺ ഇൻ ഓർഡർ, ഒരേ ഓർഡറിൽ എടുക്കണം. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ തേർഡ് സൈഡ് ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡറിൽ എടുത്തിരിക്കുന്ന മൂന്നാമത്തെ വശമായിരിക്കും നമ്മൾ ആദ്യം എടുത്ത രണ്ട് വെക്ടറുകളുടെ സമ്മ എന്നാണ് ഈ ലോ നമ്മളോട് പറയുന്നത്. ഇതിനിയും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫിഗറിലേക്ക് നോക്കാം. ദിസ് ഈസ് വൺ വെക്ടർ എ, അതിനുശേഷമുള്ളതാണ് വെക്ടർ ബി. അപ്പോൾ ഇത് ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡുകളാണ്. മാത്രമല്ല ഇത് ടേക്കൺ ഇൻ ഓർഡറാണ്, അതായത് ഇൻ ഓർഡറിലാണ് എടുത്തിരിക്കുന്നത്. അതായത് ഒരേപോലെയാണ് പോകുന്നത്, ഒരേ ദിശയിലേക്കാണ് പോകുന്നത്. ഇവിടെ എത്തുന്നു, അതിനുശേഷം അവിടെ നിന്ന് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്നു. അങ്ങനെ മനസ്സിലാക്കാം. അല്ലെങ്കിൽ ടെക്നിക്കലി ഇങ്ങനെ മനസ്സിലാക്കാം: രണ്ടാമത്തെ വെക്ടറിൻ്റെ ടെയിൽ ഭാഗം ആദ്യത്തെ വെക്ടറിൻ്റെ ഹെഡിനോട് ചേർത്ത് വെച്ചിരിക്കുന്നു. അങ്ങനെയും നമുക്ക് ഈ ഇൻ ഓർഡർ എന്നുള്ള കോൺഫിഗറേഷനെ മനസ്സിലാക്കാം. ഇങ്ങനെ രണ്ട് വെക്ടറുകൾ ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് വശങ്ങൾ ഫോം ചെയ്യുകയാണെങ്കിൽ ആ ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വശം, അതായത് നമ്മൾ ഈ ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന സൈഡ്, ടേക്കൺ ഇൻ റിവേഴ്സ് ഓർഡർ എന്ന് എടുത്തു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇൻ ഓർഡർ ആയിരുന്നെങ്കിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നേനെ. പക്ഷെ അങ്ങനെയല്ല, മൂന്നാമത്തെ വശം റിവേഴ്സ് ഓർഡറിൽ എടുക്കുന്നതിനെ ആയിരിക്കും റിസൾട്ടൻ്റ് അല്ലെങ്കിൽ സമ്മ എന്ന് വിളിക്കാൻ പറ്റുക. അതാണ് നിങ്ങളുടെ ട്രയാങ്കുലർ ലോ. സ്റ്റേറ്റ്മെൻറ്റ് പഠിക്കുക, ഫിഗർ പഠിക്കുക. ഇതിനോടൊപ്പം തന്നെ വെക്റ്റർ അഡീഷൻ ഒബേ ചെയ്യാൻ പോകുന്ന രണ്ട് ലോകളും കൂടെ ഞാനൊന്ന് പറയുകയാണ്. അതും കൂടെ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. വെക്റ്റർ അഡീഷൻ ഈസ് കമ്മ്യൂട്ടേറ്റീവ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ എ. നമുക്ക് അഡീഷൻ ആയതുകൊണ്ട് തിരിച്ചും മറിച്ചും അഡീഷൻ നടത്തിയാലും കിട്ടുന്ന റിസൾട്ട് ഒന്ന് തന്നെ ആയിരിക്കും. നെക്സ്റ്റ്, വെക്റ്റർ അഡീഷൻ ഒബേസ് അസോസിയേറ്റീവ് ലോ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എ പ്ലസ് വെക്റ്റർ ബി ഹോൾ ബ്രാക്കറ്റ് പ്ലസ് വെക്റ്റർ സി ദാറ്റ് ഈസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ഹോൾ ബ്രാക്കറ്റ് വെക്റ്റർ ബി പ്ലസ് വെക്റ്റർ സി. ഈ അസോസിയേറ്റീവ് ലോ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ആ ലോ വെക്റ്റർ അഡീഷൻ്റെ കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ് എന്ന് ഓർക്കുക. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് വെക്റ്റർ അഡീഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് എഴുതാവുന്നതാണ്. വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് വെക്റ്റർ അഡീഷൻ, അങ്ങനെ ചോദ്യം വന്നാൽ നമുക്ക് ഈ രണ്ട് പോയിൻറ്റുകൾ എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള രണ്ടാമത്തെ പോയിൻ്റ്, നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്ന പോയിൻ്റ്, പാരലോഗ്രാം ലോ ഓഫ് വെക്റ്റർ അഡീഷൻ. അത് ഒരു ഗ്രാഫിക്കൽ മെത്തേഡാണെന്ന് നമുക്കറിയാം. അവിടെ നമുക്ക് ആദ്യം ആവശ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. നോക്കാം. ഇഫ് ടു വെക്റ്റേഴ്സ് ആർ റെപ്രസെൻറ്റഡ് ബൈ ദ ടു അഡ്ജസൻറ്റ് sides of a parallelogram, then the diagonal from the common point represents the resultant. അതായത് ഒരു പാരലോഗ്രാമിൻ്റെ ഒരു കോമൺ പോയിൻ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ രണ്ട് അഡ്ജസൻറ്റ് സൈഡുകളായിട്ട് രണ്ട് വെക്ടറുകൾ എടുത്താൽ ആ കോമൺ പോയിൻ്റിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണലായിരിക്കും ആ രണ്ട് വെക്ടറുകളുടെ സമ്മ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ മലയാള പരിഭാഷ. നമുക്കതിൻ്റെ ഐഡിയ കിട്ടാൻ ഈ ഫിഗർ നോക്കാം. ഇതൊരു പാരലോഗ്രാം ആണല്ലേ, നമുക്ക് കാണുമ്പോൾ അറിയാം. അതിൽ രണ്ട് വെക്ടറുകളുണ്ട്, ഒന്ന് വെക്ടർ എ, മറ്റൊന്ന് വെക്ടർ ബി. ഈ രണ്ട് വെക്ടറുകളും സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു കോമൺ പോയിൻറ്റിൽ നിന്നാണ്. അങ്ങനെ വേണം എടുക്കാൻ. അങ്ങനെ അല്ലെങ്കിൽ ഇത് പാരലോഗ്രാമിലോ ഫോം ചെയ്യാൻ പറ്റില്ല. മാത്രമല്ല ഈ പാരലോഗ്രാമിന് രണ്ട് ഡയഗണലുണ്ട്. ഒന്ന് ഇങ്ങനെയൊരു ഡയഗണലാണ്, മറ്റൊന്ന് ഇങ്ങനെയൊരു ഡയഗണലാണ്. ഇത് ഞാൻ രണ്ടാമത് പറഞ്ഞ ഈ ഡയഗണലല്ല നമ്മൾ എടുക്കുന്നത്, മറിച്ച്
ആദ്യം എടുത്ത അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട വെക്ടറുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന അതേ കോമൺ പോയിന്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയഗണലാണ് ഈ രണ്ട് വെക്ടറുകളുടെയും സമ്മായിട്ട് അല്ലെങ്കിൽ റിസൾട്ടൻ്റായിട്ട് വർത്തിക്കാനായിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ഫിഗറും കൂടെ വരയ്ക്കാൻ പഠിക്കുക. ഒപ്പം പാരലോഗ്രാം ലോയുടെ ഈ സ്റ്റേറ്റ്മെൻറ്റ് പരീക്ഷയ്ക്ക് സ്റ്റേറ്റ് പാരലോഗ്രാം ലോ എന്ന് തന്നെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്റ്റേറ്റ്മെൻറ്റും അറിയേണ്ടതായിട്ടുണ്ട്, ഫിഗർ വരയ്ക്കാനും പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ വി മൂവ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക്. അടുത്തതായിട്ട് നമ്മൾ റിവൈസ് ചെയ്യാൻ പോകുന്നത് സബ്ട്രാക്ഷൻ ഓഫ് ടു വെക്ടേഴ്സാണ്. രണ്ട് വെക്ടറുകളെ സബ്ട്രാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കുറയ്ക്കുന്നത് എങ്ങനെയാണ്. നമ്മൾ ചെറിയൊരു ടോപ്പിക്കാണ്, എന്നാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് അറിഞ്ഞിരിക്കണം. സബ്ട്രാക്ഷൻ ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് ബി ഈസ് ഡിഫൈൻഡ് ആസ് ദി സം ഓഫ് ടു വെക്ടേഴ്സ് എ ആൻഡ് മൈനസ് ബി. എ ബി എന്നീ രണ്ട് വെക്ടറുകളുടെ സബ്ട്രാക്ഷനെ നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സമ്മിൻ്റെ ടേംസിൽ തന്നെയാണ്, വെക്ടർ അഡീഷൻ ഉപയോഗിച്ച് തന്നെയാണ്. പക്ഷേ ആഡ് ചെയ്യാൻ എടുക്കുന്ന വെക്ടറുകളാണ് ശ്രദ്ധിക്കേണ്ടത്. എ വെക്ടർ അങ്ങനെ തന്നെ എടുത്തു, എന്നാൽ ബിക്ക് പകരം എടുത്തത് മൈനസ് ബി ആണ്. അപ്പോൾ എയും ബിയും രണ്ട് വെക്ടറുകൾ, എയും ബിയും പരസ്പരം ആഡ് ചെയ്യണമെങ്കിൽ സബ്ട്രാക്റ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എ വെക്ടറിനോട് രണ്ടാമത്തെ വെക്ടറായ ബിയുടെ നെഗറ്റീവ് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് വെക്ടർ എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. അതാണ് ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ നിങ്ങൾ കാണുന്നതും. വെക്ടർ എ മൈനസ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് മൈനസ് ഓഫ് വെക്ടർ ബി. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റും അറിഞ്ഞിരിക്കുക, അതുപോലെ ഈ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷനും അറിഞ്ഞിരിക്കുക. അപ്പോൾ നമുക്കത് അറിയാം. ദെൻ വി മൂവ് ഓൺ ടു ദി ലാസ്റ്റ് ടോപ്പിക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നമുക്ക് ഇക്വേഷൻസ് എല്ലാം ഓർമ്മയിൽ ഉണ്ടാവേണ്ടതാണ്, പരീക്ഷയ്ക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗപ്പെടുന്ന ഒന്നാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ റിവൈസ് ചെയ്യണം. റെസൊല്യൂഷൻ ഓഫ് ടു വെക്ടേഴ്സ്, രണ്ട് വെക്ടറുകളെ റിസോൾവ് ചെയ്ത് എഴുതുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ആദ്യം അത് പിക്ടോറിയലി എങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ കോർഡിനേറ്റ് ആക്സസുകൾ വരച്ചിരിക്കുന്നു, എക്സും വൈയും ആണുള്ളത്. 2 ഡയമെൻഷണൽ ആയിട്ടുള്ള ഒരു വെക്ടറാണ് നമ്മൾ എഴുതുന്നത്. ആ വെക്ടറാണ് ഈ കാണുന്നത്. ദിസ് ഈസ് വെക്ടർ എ. വെക്ടർ എ ആണത്, അതൊരു 2 ഡയമെൻഷണൽ വെക്ടറാണ്. അതുകൊണ്ട് നമുക്കത് റെപ്രസെൻറ്റ് ചെയ്യാൻ എക്സും വൈയും മതി. ഈ വെക്ടറിൻ്റെ എക്സ് ആക്സിസിലുള്ള ഒരു പ്രൊജക്ഷൻ നോക്കിയാൽ അത് ഇത്രയുമാണ്. അതിനെ വിളിച്ച പേര് എ എക്സ് ഐ ക്യാപ്പ് എന്നാണ്. എ എക്സ് എന്നുകൊണ്ട് സൂചിപ്പിച്ചത് വെക്ടർ എയുടെ എക്സ് ഡയറക്ഷനിലുള്ള എന്നർത്ഥത്തിലാണ്. ഐ ക്യാപ്പ് എന്ന് സൂചിപ്പിക്കുന്നത് എക്സ് ഡയറക്ഷനെ കാണിക്കുവാനായിട്ടാണ്. ഓക്കെ, അപ്പോൾ എ എക്സ് എന്ന് മാത്രം പറഞ്ഞാൽ അതൊരു വെക്ടർ അല്ല, ഓർക്കണം. ഐ ക്യാപ്പ് ചേർത്ത് വായിക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്, അതൊരു വെക്ടറായിട്ട് മാറുന്നു. എ എക്സ് ഐ ഒരു വെക്ടറാണ്. എ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷണൽ കോമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ്. ആരുടെ, വെക്ടർ എയുടെ എക്സ് ഡയറക്ഷണൽ കോമ്പോണൻറ്റിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് എ എക്സ്. അതിനോടൊപ്പം എ എക്സ് ഐ എന്ന് എഴുതുമ്പോഴാണ് അതൊരു വെക്ടർ കോമ്പോണൻ്റായിട്ട് മാറുന്നത്. സിമിലർലി വൈ ആക്സിസിലുള്ള പ്രൊജക്ഷൻ നോക്കിയാൽ അത് ഈ കാണുന്നതാണ് വൈ ആക്സിസിലുള്ള പ്രൊജക്ഷൻ. അതിൻ്റെ പേര് സ്വാഭാവികമായിട്ടും എ വൈ ജെ എന്ന് നമുക്ക് ഓർക്കാം. ഇനി ഇതൊരു 3 ഡയമെൻഷണൽ വെക്ടർ ആയിരുന്നുവെങ്കിൽ നമ്മളിങ്ങനെ ഒരു കോമ്പോണൻ്റ് കൂടെ പരിഗണിക്കേണ്ടി വന്നതിന് ദാറ്റ് വുഡ് ബി ദി സെഡ് ഡയറക്ഷണൽ കോമ്പോണൻറ്റ്. അപ്പോൾ നമുക്ക് വെക്ടർ എയും അതിൻ്റെ 2 കോമ്പോണൻറ്റുകളും കിട്ടി. മറ്റൊരു കാര്യം കൂടെ ഇവിടെ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, അത് വെക്ടർ എയുടെ ഡയറക്ഷനാണ്, ദാറ്റ് ഈസ് തീറ്റ. തീറ്റ എന്നൊരൊറ്റ ആംഗിൾ കൊണ്ട് എങ്ങനെയാണ് വെക്ടർ എയുടെ ഡയറക്ഷൻ പറയുക എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വളരെ പ്രിസൈസായിട്ട് പറയാൻ പറ്റും. 2 കാരണങ്ങൾ കൊണ്ട്. ഒന്ന്, ഇതൊരു 2 ഡയമെൻഷണൽ വെക്ടറാണ്, അതുകൊണ്ട് എക്സ് ആക്സിസിൽ നിന്നും എത്ര ആംഗിളിലാണ് വെക്ടർ എ കിടക്കുന്നതെന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതിയാവും. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റും. അത് 2 ഡയമെൻഷണൽ വെക്ടർ ആയതുകൊണ്ടാണ്. രണ്ടാമത്തെ കാര്യം, 2 ഡയമെൻഷണൽ വെക്ടർ ആയതുകൊണ്ട് തന്നെ തീറ്റ എന്നൊരൊറ്റ ആംഗിൾ മതി എന്നുള്ള കാരണം കൊണ്ട്. ഓക്കെ, അപ്പോൾ വെക്ടർ എയുടെ ഡയറക്ഷനാണ് തീറ്റ കൊണ്ട് ഉദ്ദേശിച്ചത്. തീറ്റയുടെ പരാമർശിക്കാനായിട്ടുള്ള വലിയ കാരണങ്ങളുണ്ട്. കാരണം എ എക്സ്, എ വൈ ജെ എന്നീ കമ്പോണൻറ്റുകളെ നമുക്ക് വെക്ടർ എയുടെ ടേംസിൽ എഴുതണമെങ്കിൽ ഈ ആംഗിൾ അനിവാര്യമായിട്ട് വരും. അത് ഇപ്പോൾ കാണാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ വീണ്ടും പ്രധാനപ്പെട്ട ഇക്വേഷൻസിലേക്ക് പോകുന്നു. നമ്മൾ പഠിച്ചതാണ്, ഒരിക്കൽ കൂടെ റിവൈസ് ചെയ്യുന്നത് മാത്രം. വെക്ടർ എ ഇൻ കോമ്പണൻറ്റ് ഫോം. ഇവിടെ കണ്ട ഈ വെക്ടർ എ അതിൻ്റെ കോമ്പണൻറ്റ് ഫോമിൽ എഴുതിയാൽ ഇങ്ങനെ എഴുതാം: വെക്ടർ എ ഈക്വൽ ടു എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. മറക്കാതിരിക്കണം, വളരെ പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. വെക്ടർ എ അതിൻ്റെ കോമ്പണൻറ്റ് ഫോമിൽ എഴുതിയിരിക്കുകയാണ് എ എക്സ് ഐ പ്ലസ് എ വൈ ജെ. ഒരു വാദത്തിന് വേണ്ടിയെങ്കിലും ഞാൻ മറ്റൊരു വെക്ടർ കൂടെ ഒന്ന് എഴുതുകയാണ്. ലെറ്റ്സ് എ വെക്ടർ ബി ദാറ്റ്സ് ഈക്വൽ ടു, അതിനെ കോമ്പണൻറ്റ് ഫോമിൽ എഴുതിയാൽ എങ്ങനെ എഴുതണം? പി എക്സ് ഐ ക്യാപ് പ്ലസ് ബി വൈ ജെ ക്യാപ്. ശരിയല്ലേ? അപ്പോൾ അങ്ങനെയാണ് എഴുതേണ്ടത് എന്നൊന്ന് പറയാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. ദെൻ അടുത്തത്, നമ്മൾ ഈ ഫിഗറിൽ നിന്ന് കോസ് തീറ്റ എന്നെടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ.
ഈ ട്രയാങ്കിളാണ് പരിഗണിക്കുന്നത്. ഈ ട്രയാങ്കിളിൻ്റെ കോസ് തീറ്റ എടുത്താൽ അത് AX ബൈ വെക്ടർ A എന്ന് നമുക്ക് കിട്ടിക്കഴിഞ്ഞു അല്ലേ. അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണല്ലോ. അവിടെ നിന്നും AX ഈക്വൽ ടു A കോസ് തീറ്റ എന്ന് എഴുതാൻ പറ്റും. ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോമ്പണൻറ്റ് ഇൻ ടേംസ് ഓഫ് വെക്ടർ A. വെക്ടർ എയുടെ കോമ്പണൻറ്റിനെ വെക്ടർ എയുടെ ടേംസിൽ എഴുതിയതാണ്. അങ്ങനെയാണെങ്കിൽ ഇതെന്താ? ഇത് വെക്ടർ എയെ കോമ്പണൻറ്റിൻ്റെ ടേംസിൽ എഴുതിയാണ്. ഇത് കോമ്പണൻറ്റിനെ വെക്ടർ എയുടെ ടേംസിൽ എഴുതുകയാണ്, തിരിച്ചെഴുതുകയാണ്. അതുപോലെ ഇതേ ട്രയാങ്കിളിൽ നിന്നും സൈൻ തീറ്റ എടുത്താൽ ദാറ്റ് ഈസ് AY ബൈ വെക്ടർ എ. ഇത് വെക്ടർ എ ആണ് കേട്ടോ, അത് എഴുതാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിച്ചോളൂ. വെക്ടർ എ ആണ്. അവിടെ നിന്ന് AY ഈസ് ഈക്വൽ ടു A സൈൻ തീറ്റ, അവിടെയും വെക്ടർ സൈൻ ഉണ്ടാവണം. ഓക്കെ, A സൈൻ തീറ്റ. അപ്പോൾ നമുക്ക് y ഡയറക്ഷണൽ കോമ്പോണൻറ്റിനെ വെക്ടർ എയുടെ ടേംസിൽ എഴുതിയതാണ് ഈ കണ്ടത്. AY ഈക്വൽ ടു A സൈൻ തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ്, ഈ 3 ഇക്വേഷൻസ് കോമ്പണൻറ്റ് റെസൊല്യൂഷൻ ഓഫ് എ വെക്ടർ അല്ലെങ്കിൽ വെക്ടർ ഇൻ കോമ്പണൻറ്റ് ഫോം എന്നുള്ള ഭാഗത്ത് നമ്മൾ പഠിക്കണം. ഒരു പ്രധാനപ്പെട്ട ഇക്വേഷനും കൂടെ പറഞ്ഞ് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. അതാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ. ചിത്രത്തിൽ നമ്മൾ കണ്ട ഈ വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡിനെ അതിൻ്റെ കോമ്പണൻറ്റുകളുടെ ടേംസ് എങ്ങനെ എഴുതാം എന്നുള്ളതാണ്. ഇവിടെ ചെറിയ മാറ്റമുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഈ വെക്ടർ എ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ 3D വെക്ടർ. നമ്മളിവിടെ പരാമർശിച്ചത് 2 ഡയമെൻഷണൽ വെക്ടറുകളെ പറ്റിയാണെങ്കിലും 3Dയും കൂടെ ആണെങ്കിൽ എങ്ങനെയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ലാസ്റ്റ് എടുത്തിരിക്കുന്ന വെക്ടർ എ ഒരു 3D വെക്ടറായിട്ട് എടുത്തിരിക്കുന്നത്. വെക്ടർ എ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ എ ഈസ് ഈക്വൽ റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ. അതും പ്രധാനപ്പെട്ട ഇക്വേഷനാണ്. അതും നമ്മൾ മനസ്സിൽ റിവൈസ് ചെയ്ത് മനസ്സിലുണ്ടായിരിക്കണം. ഇനി ഇതൊരു 2 ഡയമെൻഷണൽ വെക്ടർ ആണെങ്കിൽ നമുക്ക് ഈ കാണുന്ന Z ടേം ഉണ്ടാവില്ല. അതൊരു 1 ഡയമെൻഷണൽ വെക്ടർ ആണെങ്കിൽ ഈ കാണുന്ന Y ഡയറക്ഷണൽ ടേമും ഉണ്ടാവില്ല. ഈ Z കമ്പോണൻറ്റും Y കമ്പോണൻറ്റും കളഞ്ഞാൽ അതൊരു 1 ഡയമെൻഷണൽ വെക്ടർ ആയിരിക്കും. Z കോമ്പോണൻറ്റ് മാത്രം കളഞ്ഞാൽ അതൊരു 2 ഡയമെൻഷണൽ വെക്ടർ ആയിരിക്കും. എല്ലാ കമ്പോണൻറ്റും ഉണ്ടെങ്കിൽ അതൊരു 3 ഡയമെൻഷണൽ വെക്ടർ ആയിരിക്കും. അത്രയുമാണ് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് റിവൈസ് ചെയ്തത്. സ്റ്റേറ്റ്മെൻറ്റുകളെല്ലാം നന്നായി പഠിക്കുക, ഫിഗർ വരയ്ക്കാനും പഠിക്കുക. കോമ്പണൻറ്റ് ഫോം അല്ലെങ്കിൽ റെസൊല്യൂഷൻ എന്ന ഭാഗത്ത് പറഞ്ഞ എല്ലാ ഇക്വേഷൻസും ഒന്ന് മനസ്സിൽ വയ്ക്കുക. ഓക്കെ, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലിടാം. അടുത്ത വീഡിയോ ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.